പട്ടാളക്കാരുടെ മേൽനോട്ടത്തിൽ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പണിത ദേവാലയമാണ്. ഈ പള്ളിയിലെ ബെഞ്ചുകളെല്ലാം 214 വർഷം. ഈ ദേവാലയം പണിത് ഏകദേശം 25 വർഷത്തോളം ബ്രിട്ടീഷ് മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു പ്രവേശനം. ഈ കാണുന്ന കപ്പി പണ്ട് കാലത്ത് കറണ്ട് ഫാനില്ലാത്ത സമയത്ത് ഈ ദേവാലയത്തിന് വേണ്ടി മാത്രം പ്രിൻ്റ് ചെയ്ത ബൈബിളുണ്ട്. ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പട്ടാളക്കാർക്ക് വേണ്ടി പട്ടാളക്കാർ നിർമ്മിച്ച ഒരു പള്ളി. അങ്ങനെ ഒരു പള്ളിയുണ്ട് കണ്ണൂരിൽ. കണ്ണൂർ ജില്ലാശുപത്രിക്ക് സമീപമുള്ള സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് ദേവാലയം. 2 പതിറ്റാണ്ടിൻ്റെ വിശ്വാസ പാരമ്പര്യവുമായി ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് ഈ CSI ദേവാലയം. ഇത് 1811 ബ്രിട്ടീഷുകാർ പണിതൊരു ദേവാലയമാണ്. അന്ന് കേരളത്തിലെ കൻ്റോൺമെൻറ്റുകളിൽ തടവുകാർക്കും അതുപോലെ തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും ആരാധിക്കാൻ വേണ്ടി പണിതൊരു പള്ളിയാണ്. ഇന്ത്യയിലുള്ള പല കൻ്റോൺമെൻറ്റുകളിൽ അവരിങ്ങനെ ദേവാലയങ്ങൾ പണിതു. അതിലൊന്ന് കേരളത്തിലവർ പണിതാണ്. അതാണ് കണ്ണൂർ ഈ സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് ദേവാലയം. ബ്രിട്ടീഷ് മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും അവരുടെ തടവുകാർക്ക് വേണ്ടിയും മാത്രം നിർമ്മിച്ച ഒരു ദേവാലയമാണ്. അതിൻ്റെ ആസ്ഥാനം ഒന്ന് ചെന്നൈയിലായിരുന്നു. അവിടത്തുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്തും താല്പര്യമെടുത്തും പണിതൊരു ദേവാലയമാണിത്. ഏകദേശം 25 വർഷത്തോളം മിലിറ്ററിക്കാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. സിവിലിയൻസിന് പ്രവേശനമില്ലായിരുന്നു. പിന്നീടാണ് അവർ സാധാരണക്കാർക്കൂടെ പ്രവേശനം അനുവദിച്ചത്. അങ്ങനെയായിരുന്നു ഈ ദേവാലയത്തിൻ്റെ തുടക്കം ഉണ്ടായിരുന്നത്. പട്ടാളക്കാരെ തന്നെ പണിത അവർക്ക് ആരാധിക്കാൻ വേണ്ടി പട്ടാളക്കാരുടെ മേൽനോട്ടത്തിൽ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പണിത ദേവാലയമാണ്. ജോൺ ഡസ്റ്റർ വിൽസ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ദേവാലയം പണിതത്. 1811 പണി പൂർത്തീകരിച്ചത്. അവരുടെ താല്പര്യം അനുസരിച്ചും ഗ്രീക്ക് റോമൻ ശൈലിയിലുള്ള ഗോത്തിക് ശൈലിയിലുള്ള നിർമ്മാണ ശൈലിയാണ് ഇതിന് അവർ വിനിയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ആർച്ച്, ഈ വിങ് എന്ന് പറഞ്ഞാൽ സ്വദേശികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ആർച്ചിലൂടെയാണ് അപ്പവും ബീഞ്ഞും കൊടുക്കുക. അവർക്ക് ഇതിലൂട്ട് തന്നെ കയറുവും പുറത്തോട്ട് ഇതിലൂട്ട് തന്നെ പോകേണ്ട. ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാത്ത സമയമായിരുന്നു അത്. ഉള്ളിൽ കംപ്ലീറ്റ് മിലിറ്ററിക്കാരാണ്. അവർക്ക് ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ് ഉള്ള ഇത് സീറ്റെല്ലാം ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഈ കാണുന്ന കപ്പി പണ്ട് കാലത്ത് കറണ്ട് ഫാനില്ലാത്ത സമയത്ത് പങ്കേൻ്റെ കയറി വലിക്കുന്ന ഇവിടെ ഒരാൾ നിന്നിട്ടാണ് കയറി വലിക്കുക. അന്നേരം പങ്ക വീശുക ചെയ്യുക. ഈ കാണുന്ന വൾക്കണ്ണീൻ്റെ ഈ ഉള്ളിലാണ് ഫസ്റ്റ് ഗ്രേഡുള്ള ഓഫീസേഴ്സിന്. അവർക്ക് മുട്ടുകുത്താനുള്ള റീഡിങ് വരെ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഇപ്പുറം കാണുന്ന വൾക്കണ്ണിയിൽ സെക്കൻഡ് ഗ്രേഡ് ഉള്ള ഓഫീസേഴ്സിനായിരിക്കുക. ഈ പള്ളിയിലെ ബെഞ്ചുകളെല്ലാം 214 വർഷം ആയി ബെഞ്ചുകളെല്ലാം ഇപ്പം നിലനിന്നിട്ട് നിൽക്കുന്നത്. ബെഞ്ചുകളെല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട് എഞ്ചിനീയർമാർ വന്നിട്ട് നിർമ്മിച്ചതായത്. ഈ ദേവാലയം പണിത് ഏകദേശം 25 വർഷത്തോളം ബ്രിട്ടീഷ് മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു പ്രവേശനം. പട്ടാളക്കാർക്കും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർക്കും മാത്രമേ, അവർ കൊണ്ടുവരുന്ന തടവുകാർക്ക് മാത്രം. പിന്നീടാണ് തദ്ദേശീയർക്ക് ഇവർ പ്രവേശനം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റ് ദേവാലയങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, തദ്ദേശീയർ ആരാധിക്കാൻ വേറെ ആലയമില്ലാത്തത് കൊണ്ട് അവരുടെ അപേക്ഷ അവർ സ്വീകരിച്ച് ആരാധനാ സമയത്ത് തദ്ദേശീയർ കൂടെ പങ്കെടുക്കാനുള്ള അവസരം ബ്രിട്ടീഷുകാർ കൊടുക്കുകയാണ് ചെയ്തത്. ഇത് പണ്ട് കാലത്ത് എല്ലാ ദിവസവും വാതിൽ തുറക്കില്ല. ഞായറാഴ്ച മാത്രമേ ഫുൾ വാതിൽ തുറക്കാറുള്ളൂ. മറ്റുള്ള ദിവസങ്ങൾ തുറക്കുന്നത് ഈ കിളിവാതിലാണ്. ഈ കിളിവാതിലൂട്ടിയാണ് ഉള്ളിൽ കയറുക. ഇത് അച്ഛന്മാർ പ്രസംഗിക്കുന്ന പീഠമാണ്. ഈ പീഠം എന്ന് പറഞ്ഞാൽ 5 പീസാണ്. അടിയിൽ ഉരുണ്ട മരമാണ്. ആ മരത്തിൻ്റെ മേലാണ് ഈ പീഠം നിൽക്കുന്നത്.
ഇത് അന്നത്തെ കാലത്തെ ഖജാനയാണ്. ഖജാന ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ പിടിയാണ്. ഇത് കാര്യമായ വിലപിടിച്ച സാധനം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഖജാനയത് അവർ. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട് ആരാധന എടുത്ത അച്ഛന്മാർ പേരുകളാണുള്ളത്. 1811 മുതൽ 1951 വരെ ഉള്ള അച്ഛന്മാരുടെ പേരാണ് ഇതിലുള്ളത്. കായികമായ അധ്വാനത്തോടെ മാത്രം നിർമ്മിച്ചതാണ്. അന്ന് യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊഴിലാളികളെ വെച്ച് ഭീമൻ കല്ലുകൾ കൊണ്ട് മാത്രം കെട്ടിയുണ്ടാക്കിയാണ്. ഈ ദേവാലയം അങ്ങനെയാണ്. ഇതിന് കല്ലുകൾ വലിയ വലിപ്പമുള്ള കല്ലുകളാണ്. തൊഴിലാളികളെ കൊണ്ട് തടവുകാരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിച്ച് അവർ നിർമ്മിച്ച ദേവാലയമാണ്. ഇത് അന്നത്തെ കാലത്ത് കരിങ്കലിനെ കൊണ്ട് പാകിയതാണ് ഇതെല്ലാം. പള്ളീൻ്റെ തേപ്പും കാര്യമെല്ലാം കുമ്മായാണ്. ഇപ്പോൾ അത് നിലനിർത്തിയിട്ട് പോകുന്നുണ്ട്. ഈ മണി ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന മണിയാണ്. മണീൻ്റെ കയറാണിത്. പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മണി അടിക്കുക. ഇത് ഈ കാണുന്നത് മാമൂദിസപ്പെട്ടിയാണ്. ഇത് കാണുന്നത് അഞ്ചരക്കണ്ടി കൃഷി ചെയ്ത കറുപ്പത്തോട്ടത്തിൻ്റെ മരത്തിൻ്റെ പൂ മുറിഞ്ഞ് വീഴുന്ന ഇദ്ദേഹമാണ് അവിടെ കൃഷി ചെയ്തത്. ഇത് മാർബിളിലാണ് കൊത്തിയിട്ട് കൊണ്ടുവന്നത്. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പള്ളിക്ക് മാത്രമല്ല പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിക്കും പ്രത്യേകതകളേറെയാണ്. 1800കളിലെ കോമൺവെൽത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരെ നിർത്തിയും ഇരുത്തിയും കിടത്തിയുമൊക്കെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. അവരുടെ കൊച്ചുമക്കൾ ഇന്നും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തങ്ങളുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ എത്താറുണ്ട്. ഈ ദേവാലയത്തോട് ചേർന്നുള്ള സെമിത്തേരി ഏകദേശം 4.5 ഏക്കർ സ്ഥലത്തോളം വ്യാപിച്ചു കിടക്കുന്നൊരു സെമിത്തേരി ഉണ്ട്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും യുദ്ധത്തിൽ മരിച്ചവരുടെയും ഒക്കെ മൃതശരീരങ്ങളാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത് ആരും അത് പരിപാലിക്കാത്തതുകൊണ്ട് പലതും ഇടിഞ്ഞും ജീർണാവസ്ഥയിലൊക്കെയാണ് കിടക്കുന്നത്. എങ്കിലും അതിൻ്റെ മനോഹാരിത ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അതിൽ ഒരു കിണർ അവർ കുഴിച്ചിട്ടുണ്ട്. അത് കുതിരകൾക്ക് വെള്ളം കൊടുക്കുന്നതിനും അവിടെയുള്ള സെമിത്തേരിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിനും ഒക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി കുഴിച്ചൊരു കിണറാണ്. ഇപ്പോഴും അതിൽ നല്ല ജല ലഭ്യതയുണ്ട്. ഇവിടെ അവരുടെ കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. ഈ സെമിത്തേരിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മദ്രാസ് മുതൽ ഇങ്ങോട്ടുള്ള എവിടെയൊക്കെ ആംഗ്ലിക്കൻ സെമിത്തേരി ഉണ്ടോ, അതായത് മിലിറ്ററിക്കാരുടെ സെമിത്തേരി ഉണ്ടോ, അത് അവിടെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉള്ള റെക്കോർഡ്സ് ഇവിടെയുണ്ട്. ഈ ദേവാലയത്തിന് വേണ്ടി മാത്രം പ്രിൻ്റ് ചെയ്ത ബൈബിളുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ പാട്ടുപുസ്തകങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, അന്ന് അവർ യുദ്ധസമയത്ത് ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള കുറേ റെക്കോർഡ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് ആരാധനയുണ്ട്. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ഞായറാഴ്ച ഇംഗ്ലീഷ് ആരാധനയാണ്. ഇംഗ്ലീഷ് ആരാധന ഇവിടെ നിർത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാർ തുടങ്ങിയ കാലം തൊട്ടേയുള്ള ഇംഗ്ലീഷ് ആരാധനയാണ്. പിന്നെ ബാക്കി എല്ലാ 2, 3, 4 ഞായറാഴ്ചകളിൽ മലയാള ആരാധനയാണ്. അപ്പോൾ ഏകദേശം ഒരു 70-80ഓളം ആൾക്കാർ ഓരോ ഞായറാഴ്ച ആരാധനയിൽ സംബന്ധിക്കുന്നു. എല്ലാം മലയാളികളാണ് സംബന്ധിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഇവിടെ ജോലിക്കായിട്ട് വന്നവരും അതുപോലെ തന്നെ പല വിശ്വാസികളും, പിന്നെ ഇംഗ്ലീഷ് ആരാധന അന്വേഷിച്ച് വരുന്നവരും ഏഴിമല നാവിക അക്കാദമി, എയർപോർട്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ പലരും ആരാധനയിൽ സംബന്ധിക്കും.